Good morning. Audio clear അല്ലേ? അറ്റൻഡൻസ് എല്ലാവരും ലൈവ് ചാറ്റിൽ പറയാം കേട്ടോ. നമ്മളിന്ന് തേർഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നേയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ എടുത്ത് തീർന്നതാണ്. അതിൻ്റെ എക്സാം നടത്തി കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടോപ്പിക്കാണ്. എന്താണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റും അതുപോലെ അതിൻ്റെ ലിമിറ്റേഷനും അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് നമുക്ക് നോക്കാം. For ultimate bearing capacity and probable settlement of shallow foundation. Shallow foundationന്റെ ultimate bearing capacityയും അതുപോലെ probable settlementും കാണുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഷാലോ ഫൗണ്ടേഷന്റെ കേസിലാണ് അൾട്ടിമേറ്റ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷാലോ ഫൗണ്ടേഷന്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയും പ്രോബബിൾ സെറ്റിൽമെന്റും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ലെവൽ. ഈ ഗ്രൗണ്ട് ലെവലിന് താഴെ നമ്മൾ ടെസ്റ്റ് പിറ്റ് എടുക്കും. ആ ടെസ്റ്റ് പിറ്റിനകത്ത് ഒരു സെൻട്രൽ ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മളൊരു ടെസ്റ്റ് പ്ലേറ്റ്, അതാണ് ഫൗണ്ടേഷൻ എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ അവിടെ എന്ത് വയ്ക്കും, ഒരു ടെസ്റ്റ് പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. ഗ്രൗണ്ട് ലെവലിന് മുകളിലായിട്ട് ബ്രിക്ക് വാൾ ഉണ്ടാവും. അതിന് മുകളിൽ നമ്മൾ ഒരു ലോഡഡ് പ്ലാറ്റ്ഫോം, ഒരു സ്റ്റീൽ ഗർഡേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് മുകളിൽ വെയിറ്റ് കൊണ്ടുവന്ന് വയ്ക്കും. വെയിറ്റ് എന്ന് പറയുന്നത് സാൻഡ് ബാഗ്, അതാണ് ലോഡഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഒരു സാൻഡ് ബാഗ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ഒന്നല്ലെങ്കിൽ സാൻഡ് ബാഗ് കൊണ്ടുവന്ന് വയ്ക്കാം, അല്ലെങ്കിൽ ട്രസ്, സ്റ്റീലിന്റെ ട്രസ് നമ്മൾ വെയിറ്റ് ആയിട്ട് അവിടെ വെക്കാറുണ്ട്. ഈ ടെസ്റ്റ് പ്ലേറ്റിലേക്ക് ഇവിടെ ഈ ടെസ്റ്റ് പിറ്റിന്റെ സെന്ററിൽ നമ്മൾ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റ് ഡയൽ ഗേജുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സെറ്റിൽമെന്റും കാര്യങ്ങളെല്ലാം ഈ ഡയൽ ഗേജിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്ഡ് ടെസ്റ്റ് പ്ലേറ്റ് ആയിരിക്കും. അതിന് മിനിമം തിക്നെസ് 25 mm ആയിരിക്കും. അതിന്റെ ബോട്ടം ഗ്രൂവ്ഡ് ആയിരിക്കും. അതിനൊരു ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂവ്ഡ് ആയിരിക്കും. അതിന് മിനിമം തിക്നെസ് 25 mm. ഇനി സൈസ് ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്ററിന്റെ ഉണ്ട്, 45 സെന്റിമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, 60 സെന്റിമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ 75 സെന്റിമീറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 30 സെന്റിമീറ്റർ നമ്മൾ ഡെൻസ് സോയിൽ ആണെങ്കിൽ യൂസ് ചെയ്യും. 75 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ലൂസ് സോയിൽ ആണെങ്കിൽ യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് പ്ലേറ്റിന്റെ സൈസ് കിട്ടി. ഇനി ഈ ടെസ്റ്റ് പിറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ സൈസിന്റെ 5 ടൈംസ് കൂടുതലായിരിക്കും. പ്ലേറ്റിന്റെ സൈസിന്റെ 5 ടൈംസ് കൂടുതലായിരിക്കും ടെസ്റ്റ് പിറ്റിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെപ്ത് എന്ന് പറയുന്നത് ഫൗണ്ടേഷന്റെ ഡെപ്ത് നമ്മൾ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഡെപ്ത് തന്നെ ടെസ്റ്റ് പിറ്റിനും കൊടുക്കും. ഇനി ടെസ്റ്റ് പ്ലേറ്റ് ഈ സെൻട്രൽ ഹോളിൽ നമ്മൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. അപ്പൊ ആ സെൻട്രൽ ഹോളിന്റെ സൈസ് എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ സൈസ് തന്നെയായിരിക്കും. ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കണ്ടുപിടിക്കാം. dp/bp is equal to df/bf. dp എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് പ്ലേറ്റ്, bp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഓഫ് പ്ലേറ്റ്, df എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, bf എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. അപ്പൊ ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, dp കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡെപ്ത് ഓഫ് സെൻട്രൽ ഹോളും കിട്ടും. എന്നിട്ട് ആ സെൻട്രൽ ഹോളിന് മീതെ നമ്മൾ ആ ടെസ്റ്റ് പ്ലേറ്റ് പ്ലേസ് ചെയ്യും. നമ്മളൊരു ഹൈഡ്രോളിക് ജാക്ക് വെച്ചാണ് ഇതിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഹൈഡ്രോളിക് ജാക്കിന് മീതെ ഒരു റിയാക്ഷൻ ബീം ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ട്രസ് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ, ഫസ്റ്റ് ഫിഗറിൽ കാണുന്ന പോലെ ലോഡായിട്ട് കൊടുക്കാനായിട്ട് ഒരു ട്രസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സാൻഡ് ബാഗുകൾ ഇതുപോലെ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇനി എക്സ്പെരിമെന്റ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു സീറ്റിംഗ് ലോഡ് പ്രൊവൈഡ് ചെയ്യും. സീറ്റിംഗ് ലോഡ് എന്ന് പറയുന്നത് 7 kN/m² ആണ്.
അപ്പോൾ ആ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ സീറ്റിംഗ് ലോഡ് എന്തിനാ കൊടുക്കുന്നത്? അവിടെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനുണ്ട്. നമ്മൾ എന്ത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഒരു സീറ്റിംഗ് ലോഡ് പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ കേസിൽ അത് 7 kN/m² ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലീസ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ആ സീറ്റിംഗ് ലോഡ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഇൻക്രിമെന്റ് ആയിട്ട് ലോഡ് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ എങ്ങനെയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാല് സേഫ് ലോഡിന്റെ 20% അല്ലെങ്കിൽ 1/10 ഓഫ് അൾട്ടിമേറ്റ് ലോഡ്. ഓക്കെ, ഇതിൽ ഏതാണോ കുറവ് അതാണ് നമ്മൾ ലോഡ് ഇൻക്രിമെന്റ് ആയി കൊടുക്കുന്നത്. സേഫ് ലോഡിന്റെ 20% അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡിന്റെ 1/10 ആണ് ഓരോ ലോഡ് ഇൻക്രിമെന്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോഴെല്ലാം ഉണ്ടാകുന്ന സെറ്റിൽമെന്റ് നമുക്ക് ഡയൽ ഗേജിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ തവണ ലോഡ് കൊടുക്കുമ്പോഴും നമ്മൾ ആ ലോഡ് കുറച്ച് സമയം അവിടെ കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെ. ആ ലോഡ് തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ മിനിറ്റിലും 1 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞ് പിന്നീട് ഓരോ മണിക്കൂറിൽ അവിടെ എത്രത്തോളം സെറ്റിൽമെന്റ് ഉണ്ട് എന്ന് നമുക്ക് ഡയൽ ഗേജിലൂടെ നോക്കാനായിട്ട് സാധിക്കും. നെറ്റ് ഇഷ്യൂ ഉണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പോൾ ഡയൽ ഗേജിലൂടെ നമുക്ക് സെറ്റിൽമെന്റ് ക്ലിയർ ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോഡ് ഇൻക്രിമെന്റ് ഈ കൊടുത്തതിന് ശേഷം ഈ ഓരോ ഇപ്പൊ പറഞ്ഞിട്ടുള്ള സമയത്തെല്ലാം സെറ്റിൽമെന്റ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് എത്ര നേരം കണ്ടിന്യൂ ചെയ്യണം എന്ന് വെച്ചാല് ഒന്നല്ലെങ്കിൽ ടെസ്റ്റ് പ്ലേറ്റ് ഫെയിലിയർ ആവണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സെറ്റിൽമെന്റ് 25 mm ആവണം. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. അവിടെ വെച്ചാണ് നമ്മൾ ടെസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഒന്നല്ലെങ്കിൽ പ്ലേറ്റ് ഫെയിലിയർ ആവണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സെറ്റിൽമെന്റ് 25 mm ആവണം. ഓക്കെ, അതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു സീറ്റിംഗ് ലോഡ് കൊടുക്കണം. അത് 7 kN/m² ആണ്. അതിനുശേഷം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു. എങ്ങനെ അപ്ലൈ ചെയ്യണം? സേഫ് ലോഡിന്റെ 20% അല്ലെങ്കിൽ 1/10 ഓഫ് അൾട്ടിമേറ്റ് ലോഡ്. ഇതിൽ ഏതാണോ മിനിമം ആയിട്ടുള്ളത് ആ ലോഡാണ് നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ മിനിറ്റിലും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 1 മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ സെറ്റിൽമെന്റ് എത്രയാണ് നോക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ സെറ്റിൽമെന്റ് എത്രയാണ്? 10, 20, 40, 60. അങ്ങനെ ഓരോ മിനിറ്റിലും അതിന്റെ സെറ്റിൽമെന്റ് എങ്ങനെയാണ്, പിന്നെ അവർലി അതിന്റെ സെറ്റിൽമെന്റ് എങ്ങനെയാണെന്നെല്ലാം നോക്കണം. എന്നിട്ട് എപ്പോഴാണോ നിർത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പ്ലേറ്റ് ഫെയിലിയർ ആവുക, അല്ലെങ്കിൽ 25 mm സെറ്റിൽമെന്റ് കിട്ടുക. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് റിസൾട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലോഡ് വേഴ്സസ് സെറ്റിൽമെന്റ് ഗ്രാഫ് ലോഗ് പ്ലോട്ട് ഉണ്ടാക്കും. ലോഗ് പ്ലോട്ട് ബിറ്റ്വീൻ ലോഡ് ഇന്റൻസിറ്റി ആൻഡ് സെറ്റിൽമെന്റ്. എന്നിട്ട് നമുക്കതിൽ നിന്നൊരു കർവ് ഇതുപോലെ കിട്ടും. ഈ ഗ്രാഫിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്കൊരു കർവ് കിട്ടും അല്ലെ. ലോഡ് വേഴ്സസ് സെറ്റിൽമെന്റ് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു കർവ് കിട്ടും. ഓക്കെ, ഇനി ഈ കർവില് ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇല്ല, അതായത് ബ്രേക്ക് കറക്റ്റ് ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ് ലോഡ് ആയിട്ട് പറയുന്നത് ഈ പ്ലേറ്റിന്റെ വിഡ്ത്തിന്റെ 1/5 സെറ്റിൽമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ഏതാണോ അതിനെയാണ് അൾട്ടിമേറ്റ് ലോഡായിട്ട് എടുക്കുന്നത്. ഒന്നുകൂടെ പറയാം. പ്ലേറ്റിന്റെ പ്ലേറ്റ് വിഡ്ത്തിന്റെ 1/5 സെറ്റിൽമെന്റ് ഉണ്ടാകുന്നതിന് വേണ്ടി എത്ര ലോഡാണോ വേണ്ടി വന്നത് ആ ലോഡിനെയാണ് അൾട്ടിമേറ്റ് ലോഡായിട്ട് എടുക്കുന്നത്. ഷാർപ്പായിട്ടുള്ള പോയിന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 ടാൻജന്റ് വരയ്ക്കും. ആ ടാൻജന്റിന്റെ ഇന്റർസെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ഏതാണോ അതാണ് അൾട്ടിമേറ്റ്
അൾട്ടിമേറ്റ് ലോഡായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് പ്ലേറ്റിന്റെ അൾട്ടിമേറ്റ് ലോഡ് കിട്ടുന്നത്. ഗ്രാഫിൽ നിന്നാണ് അൾട്ടിമേറ്റ് ലോഡ് കിട്ടുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ലോഡ് വേഴ്സസ് സെറ്റിൽമെന്റ് ഗ്രാഫ് വരയ്ക്കും. ആ കിട്ടുന്ന ഗ്രാഫില് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ് വിഡ്ത്തിന്റെ 1/5 സെറ്റിൽമെന്റ് ഉണ്ടാകാൻ, പ്ലേറ്റ് വിഡ്ത്തിന്റെ 1/5 സെറ്റിൽമെന്റ് ഉണ്ടാകാൻ എത്ര ലോഡ് വേണോ ആ ലോഡിനെയാണ് അൾട്ടിമേറ്റ് ലോഡായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ 2 ടാൻജന്റ് വരച്ച് അതിന്റെ ഇന്റർസെക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ഏതാണോ അതാണ് അൾട്ടിമേറ്റ് ലോഡായിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ റിസൾട്ടായിട്ട് എന്ത് കിട്ടി? QU ലഭിച്ചു, അതായത് പ്ലേറ്റിന്റെ അൾട്ടിമേറ്റ് ലോഡ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തിനാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എന്തിനായിരുന്നു? അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ, ഇത് രണ്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പ്ലേറ്റിന്റെ അൾട്ടിമേറ്റ് ലോഡാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ പ്ലേറ്റിന്റെ അൾട്ടിമേറ്റ് ലോഡിൽ നിന്ന് എങ്ങനെയാണ് ബാക്കി കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ഫൗണ്ടേഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് പ്ലേറ്റ്. പ്ലേറ്റിന്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയിൽ നിന്ന് ഫൗണ്ടേഷന്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കും. അതുപോലെ രണ്ടാമതായിട്ട് സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ ഫ്രം സെറ്റിൽമെന്റ് ഓഫ് പ്ലേറ്റ്, അതായത് ഫൗണ്ടേഷന്റെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ സെറ്റിൽമെന്റിൽ നിന്ന് കണ്ടുപിടിക്കും. അപ്പൊ അതിന് ഇക്വേഷൻ ഉണ്ട്. ക്ലേയി സോയിൽ ആണെങ്കിൽ QUF is equal to QUP, അതായത് പ്ലേറ്റിന്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി തന്നെയാണ് ഫൗണ്ടേഷന്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. ഏത് കേസില്? ക്ലേയി സോയിലിന്റെ കേസില്. ഇത് സാൻഡി സോയിൽ ആണ് എന്നുണ്ടെങ്കിൽ QUF is equal to QUP into BF by BP, അതായത് ഫൗണ്ടേഷന്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഇൻറ്റു BF by BP ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ റിസൾട്ട് സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ ഫ്രം സെറ്റിൽമെന്റ് ഓഫ് പ്ലേറ്റ് എങ്ങനെയാണ് നോക്കാം. ക്ലേയി സോയിൽ ആണെങ്കിൽ സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ ഇസ് ഈക്വൽ ടു സെറ്റിൽമെന്റ് ഓഫ് പ്ലേറ്റ് ഇൻറ്റു BF by BP. ഇനി സാൻഡി സോയിൽ ആണെങ്കിൽ സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ഓഫ് പ്ലേറ്റ് ഇൻറ്റു BF ഇൻറ്റു BP പ്ലസ് 0.3 ബൈ BP ഇൻറ്റു BF പ്ലസ് 0.3 ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ ലിമിറ്റേഷൻസ് നമ്മളൊരു 6 പോയിന്റ് വെച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് സൈസ് എഫക്ട്, സ്കെയിൽ എഫക്ട്, ടൈം എഫക്ട്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫെയിലിയർ ലോഡ്, റിയാക്ഷൻ ലോഡ്, വാട്ടർ ടേബിൾ, ഇതൊക്കെ വെച്ചാണ് നമ്മൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ ലിമിറ്റേഷൻ പറയുന്നത്. ആദ്യത്തേതാണ് സൈസ് എഫക്ട്. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പ്രഷർ ബൾബിനകത്തുള്ള സോയിലിന്റെ ക്യാരക്ടറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഓഡിബിൾ ആണോ കുട്ടികളെ? നെറ്റ് എന്തോ ഇഷ്യൂ ഉള്ള പോലെ തോന്നുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പ്ലേറ്റ് കാണാം, BP വിഡ്ത്ത് ഓഫ് പ്ലേറ്റ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് പ്ലേറ്റിലേക്ക് വരുന്ന ലോഡിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രഷറിന്റെ ഇന്റൻസിറ്റി ഇത്രയും ഭാഗത്താണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇന്റൻസിറ്റി വരുന്ന ആ ഒരു ബൗണ്ടറിനെയാണ് നമ്മൾ പ്രഷർ ബൾബ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള സോയിലിന്റെ ക്യാരക്ടറും അല്ലെങ്കിൽ ഇതിന്റെ സെറ്റിൽമെന്റ് ആണ് നമുക്ക് ഈ ടെസ്റ്റിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ആക്ച്വലി നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇത്രയും വലുപ്പമുള്ളതാണ് അല്ലെ, ഫൗണ്ടേഷന് വിഡ്ത്ത് കൂടുതലാണ്. അപ്പൊ അതിന്റെ പ്രഷർ ബൾബ് എന്ന് പറയുന്നത് ഇത്രയും വലുതാണ്. ഓക്കെ, അപ്പൊ സൈസിലുള്ള മാറ്റം കണ്ടല്ലോ. പ്ലേറ്റ് ആകുമ്പോൾ ഇത്രയും ചെറിയ ഡീറ്റെയിൽസ്, നമുക്ക് ഇത്രയും ചെറിയ ഭാഗത്തുള്ള സോയിലിന്റെ ഡീറ്റെയിൽസ് വെച്ചാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ ആക്ച്വലി ഫൗണ്ടേഷന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത്രയും വലുതാണ്, അതിന്റെ പ്രഷർ ബൾബ് ഇത്രയും വലുതാണ്. സോ നമുക്ക് പറയാം പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ഡസ് നോട്ട് ട്രൂലി റെപ്രസെന്റ് ദ ആക്ച്വൽ കണ്ടീഷൻ. കാരണം എന്താണ്?
പ്ലേറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അപ്പൊ അതിന്റെ പ്രഷർ ബൾബ് എന്ന് പറയുന്നത് ചെറുതാണ്. പക്ഷെ ഫൗണ്ടേഷന്റെ വിഡ്ത്ത് വലുതാണ്, അതിന്റെ പ്രഷർ ബൾബും വലുതാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റിൽ നിന്ന് കിട്ടുന്നത് വളരെ ചെറിയ പ്രഷർ ബൾബിന്റെ അകത്തുള്ള സോയിലിന്റെ ക്യാരക്ടറാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ആക്ച്വലി ഫൗണ്ടേഷൻ നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രഷർ ബൾബ് വളരെ വലുതാണ്. അപ്പോൾ അതിന്റെ അകത്ത് വരുന്ന സോയിലിന്റെ എമൗണ്ടും സോയിലിന്റെ ക്യാരക്ടറും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഇതാണ് ആദ്യത്തെ ലിമിറ്റേഷൻ. ഇനി രണ്ടാമത്തെ ലിമിറ്റേഷൻ ആണ് സ്കെയിൽ എഫക്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ലിമിറ്റേഷൻ ആണ് സ്കെയിൽ എഫക്റ്റ്. അതെന്താണെന്ന് നോക്കാം. ദ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സാച്ചുറേറ്റഡ് ക്ലേസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി സൈസ് ഓഫ് പ്ലേറ്റ്, ബട്ട് ഫോർ കൊഹിഷൻലെസ് സോയിൽ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ദി സൈസ് ഓഫ് പ്ലേറ്റ്. ഓക്കെ, അതായത് സാച്ചുറേറ്റഡ് ക്ലേ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു സാച്ചുറേറ്റഡ് ക്ലേയിലാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റിന്റെ സൈസ് ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം സാച്ചുറേറ്റഡ് ക്ലേസിന്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി സൈസ് ഓഫ് പ്ലേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അതേസമയം കൊഹിഷൻലെസ് സോയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച്, സൈസ് ഓഫ് പ്ലേറ്റ് കൂടുന്നതിനനുസരിച്ച് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്കെയിൽ എഫക്റ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് 2-3 തവണ ഡിഫറെന്റ് പ്ലേറ്റ് സൈസിൽ കണ്ടക്ട് ചെയ്യണം. എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കണം. അതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ. ഓക്കെ, അപ്പോൾ പല സോയിലും ഇതിന്റെ എഫക്റ്റ് ഡിഫറെന്റ് ആണ്. സാച്ചുറേറ്റഡ് ക്ലേ ആണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ സൈസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ കൊഹിഷൻലെസ് സോയിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് പ്ലേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് സൈസ് ഓഫ് പ്ലേറ്റ് കൂടുന്നതിനനുസരിച്ച് ബെയറിംഗ് കപ്പാസിറ്റി, അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയും കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കെയിൽ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2-3 തവണ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ഡിഫറെന്റ് സൈസ് ഓഫ് പ്ലേറ്റിൽ ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കണം. അതാണ് അതിന്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ. മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ടൈം എഫക്റ്റ് ആണ്. അപ്പോൾ ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞ സമയത്ത് ചെയ്തെടുക്കുന്ന ഒരു ടെസ്റ്റ് ആണ് അല്ലേ. ഓക്കെ, ഈ ക്ലേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് കളിമണ്ണൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഗീവ് ദി അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ്. കറക്റ്റ് ആയിട്ടുള്ളൊരു സെറ്റിൽമെന്റ് അല്ല നമുക്ക് തരിക. അതായത് അതിന്റെ ലോഡ് സെറ്റിൽമെന്റ് കർവ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ ഇതാണ് അതെന്തുകൊണ്ടാണ്? പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്ത് തീർക്കുന്നതാണ്. ക്ലേ ആണെങ്കിലോ, ക്ലേയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ് കറക്റ്റ് ആയിട്ട് തരുമില്ല. അപ്പൊ അതാണ് അതിന്റെ മൂന്നാമത്തെ ലിമിറ്റേഷൻ. ഇനി നാലാമത്തെ ലിമിറ്റേഷൻ എന്താണ്? ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫെയിലിയർ ലോഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടൈപ്പ് ഓഫ് ഷിയർ ഫെയിലിയേഴ്സ് പഠിച്ചിരുന്നു അല്ലെ. ജനറൽ ഷിയർ ഫെയിലിയർ, ലോക്കൽ ഷിയർ ഫെയിലിയർ, പഞ്ചിങ് ഷിയർ ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. അപ്പൊ ജനറൽ ഷിയർ ഫെയിലിയറിന്റെ കേസിൽ നമുക്ക് ഒരു ഫെയിലിയർ ഓഫ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് ലോഡ് എപ്പോഴാണെന്ന് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. മറ്റു ടൈപ്പ് ഓഫ് ഫെയിലിയർ, അപ്പൊ ലോക്കൽ ഷിയർ ഫെയിലിയർ ആണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പഞ്ചിങ് ഷിയർ ഫെയിലിയർ ആണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഫെയിലിയർ ലോഡ് വെൽ ഡിഫൈൻഡ് ആയിട്ട് കിട്ടില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു പേഴ്സണൽ ആയിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. ഇത്രയാണ് സംഭവിക്കാന്ന് ഒരു അസംഷനിൽ നമ്മൾ അങ്ങ് പറയും. അപ്പൊ അത് ഒരു ലിമിറ്റേഷൻ ആണ്. പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ കേസിൽ അതൊരു ലിമിറ്റേഷൻ ആണ്. ഇനി റിയാക്ഷൻ ലോഡ് ആണ് അഞ്ചാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അതെന്ന് വെച്ചാൽ നമുക്കൊരു 250 കിലോ കൂടുതലായിട്ടുള്ള ഒരു റിയാക്ഷൻ നമ്മുടെ പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പ്ലേറ്റ് സൈസ് 0.6 മീറ്ററിനേക്കാൾ കൂടുതലായിട്ടുള്ള ടെസ്റ്റ് പ്ലേറ്റിൽ ഈ ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. കാരണം എന്താണ്? 250 കിലോമീറ്ററിന് മുകളിൽ ലോഡ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ, വാട്ടർ ടേബിൾ നമ്മൾ നേരത്തെ പഠിച്ചത് വാട്ടർ ടേബിളിന്റെ എഫക്റ്റ് അല്ലെ, ബെയറിംഗ് കപ്പാസിറ്റി വാട്ടർ ടേബിളിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, വാട്ടർ ടേബിൾ ബെയറിംഗ് കപ്പാസിറ്റിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാൻഡി സോയിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വാട്ടർ ടേബിൾ നന്നായിട്ട് എഫക്ട് ചെയ്യും, അതിന്റെ ബെയറിംഗ് കപ്പാസിറ്റിനെ വളരെ നന്നായിട്ട് എഫക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് താഴെയായിരിക്കണം, വാട്ടർ ടേബിൾ ഒരുപാട് താഴെയായിരിക്കണം ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ. ഇനി അഥവാ
വെള്ളം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പമ്പ് ചെയ്ത് കളയേണ്ട ആവശ്യമൊക്കെ വരും. അപ്പൊ ഇത്രയുമാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, 6 ലിമിറ്റേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയായിരുന്നു? സൈസ് എഫക്റ്റ് ഉണ്ടായിരുന്നു, സ്കെയിൽ എഫക്റ്റ് ഉണ്ടായിരുന്നു, ടൈം എഫക്റ്റ്, പിന്നെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫെയിലിയർ ലോഡ്, റിയാക്ഷൻ ലോഡ്, വാട്ടർ ടേബിൾ. ഇത്രയാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത് എന്താണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്, എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൽ നിന്ന് റിസൾട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ക്ലാസ് ഈ ഒരു ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.